ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് നാം പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ള ഒരു വേദഭാഗം. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന വളരെ പരിചയമുള്ള വാക്യം കാണാൻ ഇടവരുന്നത്. അതായത് ദൈവത്തെ കൂടാതെയുള്ള അധ്വാനത്തിന് ഒരു വിലയും ഉണ്ടായിരിക്കുന്നതേയല്ല. ദൈവത്തെ കൂടാതെയുള്ള പരിശ്രമം നശിച്ചു പോകുന്നതാണ്, ഇല്ലാതെയായി തീരുന്നതാണ്. രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശയിൽ വല കഴുകിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം മീൻപിടുത്തക്കാരെ യേശു കർത്താവ് അഭിമുഖീകരിക്കുകയാണ്. എന്നാൽ തുടർന്ന് നേരം പുലർന്നപ്പോൾ അവർ ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് അധ്വാനിച്ചു. അപ്പോൾ അവർക്ക് വിജയം ഉണ്ടായി. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു വിജയം വേണോ? സ്വർഗസ്ഥനായ കർത്താവിനെ അനുഗമിക്കുക. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങൾ ആയിരിക്കുക. ഇന്ന് 2 ഭവനങ്ങളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ ഏഞ്ചൽ ജെറി ആൻഡ് കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കുടുംബത്തെ നമ്മൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ വരുന്ന വ്യാഴാഴ്ച സിസ്റ്റർക്ക് ഒരു ഇൻ്റർവ്യൂ നടക്കാനായിട്ട് പോകുന്നു. പ്രത്യേകം പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മൂത്ത മകളുടെ ഹാപ്പി ബർത്ത്ഡേ ഈ ഡിസംബർ മാസം 25-ാം തീയതി നടക്കുകയാണ്. ആ മകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, മാന്യരായി തീരട്ടെ. ഹസ്ബൻഡിനായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ പേരൻസിനായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഫാദർ ലോയ്ക്കായിട്ട്, മദർ ലോയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവീയ കരുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന. വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, എല്ലാവിധ ഐശ്വര്യം, നന്മകൾ, ഉയർച്ചകൾ, ജീവന ശക്തി ഈ കുടുംബത്തിൽ ശക്തമായിട്ടുണ്ടായി വരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സിസ്റ്ററുടെ കൂടപ്പിറപ്പുകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കൊച്ചിയിലായിരിക്കുന്ന സീതൽ സിസ്റ്ററും കുടുംബത്തെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അധികം വൈകാതെ തന്നെ സിസ്റ്റർക്ക് ഒരു നല്ല ജോലി സൗദിയുടെ ദേശത്ത് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. സൗദിയിലായിരിക്കുന്ന സിസ്റ്ററുടെ ഹസ്ബൻഡിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദാനമായി കൊടുത്ത കുഞ്ഞുമകൾക്ക് വേണ്ടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കടഭാരത്തിൽ നിന്ന് ഒരു മോചനം ഈ ഭവനത്തിൽ ഉണ്ടാകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ വിടുതൽ നടക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലയിൽ കാലുകൾ എടുത്തു വയ്ക്കുന്നു അവിടെല്ലാം ഒരു വലിയൊരു വിജയം ഉണ്ടാകട്ടെ. നമ്മൾ ഒരുമിച്ച് ഈ ഭവനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഏഞ്ചൽ ജെറി സിസ്റ്ററേയും കുടുംബത്തെയും ഓർക്കുന്നു. ഈ വരുന്ന വ്യാഴാഴ്ച ഒരു ഇന്റർവ്യൂ നടക്കുന്നു. വിജയിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ മൂത്ത മകളുടെ ഹാപ്പി ബർത്ത്ഡേ ഈ വരുന്ന ഡിസംബർ മാസം 25-ാം തീയതി നടക്കുകയാണ്. ആ പ്രിയ മകൾ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആയുസ് ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, വർധനമുണ്ടാകട്ടെ, വിജയിക്കട്ടെ. ഹസ്ബൻഡിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പേരൻസിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫാദർ ലോയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മദർ ലോയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവീയ കരുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടട്ടെ, അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. എല്ലാവിധ ഐശ്വര്യം, നന്മകൾ ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ജീവന്റെ ശക്തി ഈ കുടുംബത്തിൽ ശക്തമായി ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററുടെ കൂടപ്പുറപ്പുകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ സീതൽ സിസ്റ്ററേയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചിയിലായിരിക്കുന്ന ഈ കുടുംബത്തെ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. അധികം വൈകാതെ സിസ്റ്റർക്ക് ഒരു നല്ല ജോലി സൗദിയുടെ ദേശത്ത് ഉണ്ടായി വരേണ്ടത് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗദിയിലായിരിക്കുന്ന ഹസ്ബൻഡിനെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത കുഞ്ഞുമകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്.
കൂടാതെ കടഭാരത്തിൽ നിന്ന് വിടുതൽ ഈ ഭവനത്തിൽ ഉണ്ടാകട്ടെ. സാമ്പത്തിക മേഖലയിൽ വിടുതൽ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഏതൊക്കെ മേഖലയിലാണോ കാലുകൾ എടുത്തു വയ്ക്കുന്നത് അവിടെയെല്ലാം വലിയൊരു വിജയമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ 2 ഭവനം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയ കുടുംബങ്ങൾ മാന്യരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വിളിച്ചവൻ വിജയിപ്പിക്കാനായിട്ട് പോകുകയാണ്. വിളിച്ചവൻ വിജയിപ്പിക്കും. എഫേസ്യ ലേഖനം 3:20 അനവധി ആവർത്തി നാം വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള വേദഭാഗമാണ്. എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുകയാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇനി ഞാൻ പറയുന്ന കാര്യം എഴുതി വയ്ക്കാം. നോട്ട്ബുക്കുകൾ എടുത്തോണ്ട് വന്നാട്ടെ, പേന എടുത്തോണ്ട് വന്നാട്ടെ, എഴുതിക്കാട്ടെ. നമ്മുടെ ദൈവം ആരാണ്? നാം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ, നനയ്ക്കുന്നതിനേക്കാൾ അധികമായിട്ട്, കൂടുതലായിട്ട് ചെയ്യുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. അവൻ മനസ്സ് ഉള്ളവനാണ്, മനസ്സലി ഉള്ളവനാണ്. ഇന്ന് നിങ്ങളുടെ ഇല്ലായ്മയെ അവിടുന്ന് കണ്ടിട്ട് വിടുവിക്കാനായിട്ട് പോകുകയാണ്, വിജയിപ്പിക്കാനായിട്ട് പോവുകയാണ്. സഹോദരികളെ, നിങ്ങളെ അവൻ വിജയിപ്പിക്കാനായിട്ട് പോകുകയാണ്. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അത്യന്തം അനവധിയായിട്ടാണ് പലപ്പോഴും ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ അധികമായിട്ട് അവൻ നമ്മെ ഒരു പടിയും കൂടെ ഉയർത്തുവാൻ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള മുഖാന്തരം യേശു ക്രിസ്തുവാണ്. ഇവിടെ എഫേസ്യർ 3:14 തൊട്ട് 19 വരെ പഠിക്കുന്ന സമയത്ത്, വലിയവനായ പിതാവിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി പൗലോസ് മുട്ട് കുത്തിയിട്ട് അവൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് നാം വായിച്ചത്. അപ്പോൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, യഹൂദന്മാർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ശലോമോൻ, യസ്ര, ദാനിയേൽ, ഏലിയാവ്, സ്തേഫാനോസ്, പൗലോസ്, പത്രോസ്, യേശു കർത്താവ് എന്നിവരെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത് നമുക്കൊരു വിജയം ഉണ്ടാകുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത് വഴികൾ തുറക്കപ്പെടുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത് ആത്മമണ്ഡലത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ശലോമോനും, യസ്രായും, ദാനിയേലും, ഏലിയാവും, സ്തേഫാനോസും, പൗലോസും, പത്രോസും, എന്തിനേറെ പറയുന്നു, നമ്മുടെ യേശു കർത്താവും എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് സാധിക്കാത്തവർക്ക് നടന്ന് പ്രാർത്ഥിക്കാൻ കഴിയും, ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എങ്ങനെയായിരുന്നാലും ഈ 2025 തീരുന്നതിന് മുന്നമേ ചില തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയങ്ങൾ കണ്ടെത്തും. ഒരു പിതാവിനേക്കാൾ വാത്സല്യത്തോടെയാണ് പൗലോസ് എഫേസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിതാവിനേക്കാൾ വാത്സല്യത്തോടെ പൗലോസ് എഫേസർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമുള്ള അനുഗ്രഹമാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്, കാംക്ഷിക്കുന്നത്. തുടർന്ന് നാം ബലപ്പെടുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കുവാനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം.
നമുക്കൊരു ബലമുണ്ടാകാൻ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. മറ്റൊരു വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് ചൂണ്ടിക്കാണിക്കട്ടെ. യോശുവ 21:45. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വ്രതാവാകാതെ സകലതും നിവൃത്തിയായി. നമ്മുടെ ദൈവം നിവൃത്തീകരിക്കപ്പെടുന്ന ദൈവമാണ്, പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഒന്നും വൃഥാവായി പോകാതെ, വാഗ്ദാനങ്ങളൊന്നും വൃഥാവായി പോകാതെ നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമാണ്. ആരോടൊക്കെയോ അനവധി സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. ഇതാ വാഗ്ദത്തങ്ങൾ വൃഥാവായി പോകാതെ നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഓർക്കുക പ്രിയരെ, നിങ്ങളോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടക്കാതെ വരികയില്ല. സകലത് നടക്കാൻ പോകുന്നു. വാഗ്ദാനങ്ങൾ നടക്കാനുള്ളതാണ്. മനുഷ്യർ പറയുന്ന വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ നടന്നില്ല എന്ന് വരാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തില് ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരനവധി വാഗ്ദാനങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അധികാരത്തിലേറി കഴിയുമ്പോൾ അതൊന്നും നടപ്പിലാകണമെന്നില്ല, വാഗ്ദാനങ്ങൾ നിറവേറപ്പെടണമെന്നില്ല. എന്നാൽ നോക്ക്, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടക്കാതെ വരികയില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സകല വാഗ്ദാനങ്ങളും നിവൃത്തിയാകാനുള്ളതാണ്. സകല വാഗ്ദാനങ്ങളും നിവൃത്തിയാകുക തന്നെ ചെയ്യും. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞിട്ടുള്ള, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തോട് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദാനങ്ങളും നടപ്പിലാകും. 1 തെസ്സലോനിക്കർ 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നോക്കിക്കേ, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും. വിളിച്ചവൻ നിങ്ങളെ വിജയിപ്പിക്കും. എഴുതി വയ്ക്കാം, വിളിച്ചവൻ നിങ്ങളെ വിജയിപ്പിക്കാനായിട്ട് പോകുകയാണ്. വിളിച്ചവൻ നിങ്ങളെ വഴി നടത്താനായിട്ട് പോകുകയാണ്. വിളിച്ചവൻ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അടുത്തൊരു പടിയും കൂടെ ഉയർത്താൻ പോകുന്നു. വിളിച്ചവൻ നിങ്ങളെ മറുകര എത്തിച്ചിരിക്കും. ശാന്തമായ തുറമുഖത്ത് വിളിച്ചവൻ നിങ്ങളെ എത്തിച്ചിരിക്കും. വിളിച്ചവൻ നിങ്ങളെ ജയാളികളാക്കി മാറ്റും. വിളിച്ച ദൈവം നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നു, ജയാളികളാക്കി മാറ്റാൻ പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, അനേക വർഷങ്ങൾക്ക് മുന്നമേ നമ്മുടെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രിക്ക് ഒരു ക്രിസ്തീയ പത്രമുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലം കൊണ്ട് അത് നിന്നു പോകാൻ ഇടയായി. എന്നാൽ വീണ്ടും അത് പുതിയ പേരിൽ വരും ദിവസങ്ങളിൽ അത് ഇറങ്ങാനായിട്ട് പോകുകയാണ്. നല്ല നല്ല ലേഖനങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ആ മാഗസിനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ അത് വായിക്കണം. പ്രത്യേകിച്ച് ഈ യുവതലമുറ മുഴുവൻ ഇന്റർനെറ്റിന്, മൊബൈലിലൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് പ്രിന്റഡ് ആയിട്ടുള്ള പത്രം ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അധികം താമസിക്കാതെ മനോഹരമായ നിലയിൽ അത് പ്രിന്റ് ചെയ്ത് ഇറക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അത് എത്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേഖനങ്ങളൊക്കെ എഴുതി ഞങ്ങൾക്ക് ആ നിലയിൽ ഞങ്ങളെ അത് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. നല്ല നല്ല ലേഖനങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാൻ കഴിവുള്ളവരൊക്കെ അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് അത് ഇറക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഏവരും അതിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. വിളിച്ചവൻ നിങ്ങളെ ഉയർത്താനായിട്ട് പോകുകയാണ്. വിളിച്ചവൻ നിങ്ങളെ മാനിക്കാനായിട്ട് പോകുകയാണ്. എബേസിനെ മാനിച്ച ദൈവം, വിളിച്ച ദൈവം നിങ്ങളെ മാനിക്കാനായിട്ട് പോകുന്നു, നിങ്ങളെ ഉയർത്താൻ പോകുന്നു. സഹോദരങ്ങളെ, മനുഷ്യർ നിങ്ങളെ ഉയർത്തിയില്ലെങ്കിലും, നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ ഉയർത്തിയില്ലെങ്കിലും വിളിച്ച ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. വിളിച്ചവൻ നിങ്ങളെ മാനിച്ചിരിക്കും. ശ്രദ്ധിച്ചേ, വിളിച്ച ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. വിളിച്ചവൻ നിങ്ങളെ ഒരു വലിയ സൈന്യമാക്കി മാറ്റും. നിങ്ങളെ ഒരു ഹീറോ ആക്കി മാറ്റാൻ പോകുന്നു. വിളിച്ചവൻ നിങ്ങളെ പ്രതികൂലത്തിന് മുമ്പിൽ ഓടുമാറാക്കും. പ്രതിസന്ധിയുടെ നടുവിൽ വിളിച്ച ദൈവം നിങ്ങളെ ഓടുമാറാക്കാൻ പോകുകയാണ്. വിളിച്ചവൻ നിങ്ങളുടെ ചെറിയ ശേഷിപ്പിനെ
വർദ്ധിപ്പിച്ച് വിശാലതയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കും. വിളിച്ച ദൈവം, വീണ്ടും പറയുന്നു, വിളിച്ച ദൈവം നിങ്ങളെ വിജയിപ്പിക്കും. ഞാൻ അനേകം നാളുകൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. എന്നെ വീണ്ടും ജനിപ്പിച്ച് തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ സെന്റൻസ് ബുക്കിനകത്ത് എഴുതി വെച്ചു, ഡയറിക്കകത്ത് എഴുതി വെച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ ചെന്ന സമയത്ത് അല്പസമയം പിന്നെയും ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ട് സമയമുള്ളപ്പോൾ ഞാനൊരു ബുക്ക് സ്റ്റോളിലേക്ക് കയറി ചെന്നു. അവിടെ എൻ്റെ കണ്ണിലൊരു പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ താളുകൾ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആഫ്രിക്കയിലുള്ള ഒരു ദൈവദാസൻ എഴുതിയ പുസ്തകം. അതിനകത്തും എഴുതിയിരിക്കുന്നു, നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിനെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും അറിയാതെ തന്നെ അനേക വർഷങ്ങൾക്ക് പുറകിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട അതേ സെന്റൻസ് ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതെ, വിളിച്ചവൻ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും. യിരെമ്യാവ് 31:3 യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നമ്മുടെ ദൈവം ദയ ദീർഘമാക്കി നൽകി തന്നിരിക്കുകയാണ്. ഫേവറിനെ ദീർഘമാക്കി നൽകി തന്നിരിക്കുകയാണ്. റോമർ 5:5-8 വരെ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. 6-ാം വാക്യം, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. എപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്? ബലഹീനരായിരുന്ന നേരത്ത്, നമുക്ക് ശക്തിയില്ലാതിരുന്ന നേരത്ത്, പ്രതീക്ഷയില്ലാതിരുന്ന സമയത്ത് ക്രിസ്തു യേശു നമുക്ക് വേണ്ടി മരിച്ചു. ആരും തന്നെ നമ്മെ രക്ഷിക്കുവാൻ ഇല്ലാതിരുന്ന സമയത്ത്, നേരത്ത്, തക്ക സമയത്ത് അവൻ നമുക്കായിട്ട് യാഗമായി തീർന്നു. 7-ാം വാക്യം, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. എന്നാൽ 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം തനിക്ക് നമ്മളോട് സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എങ്ങനെയാണ് യേശു ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയാമോ? അവൻ്റെ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്തു, പ്രദർശിപ്പിച്ചു. അപ്പോൾ നോക്കിക്കേ, നാം ഓരോരുത്തരും കുറവുള്ളവർ ആയിരുന്നപ്പോൾ നേരത്തെ തന്നെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, തൻ്റെ അഗാധമായ സ്നേഹം പ്രദർശിപ്പിച്ചു. അഗാധമായ സ്നേഹം ക്രൂശിലൂടെ അവൻ പ്രദർശിപ്പിക്കുകയാണ്. യെശയ്യാവ് 49:23, രാജാക്കന്മാർ നിന്റെ പെറ്റമ്മമാരും അവരുടെ രാജ്ഞികൾ നിന്റെ പൊറ്റമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. ഇനി 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ച്, യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും. ദൈവം നമ്മളെ വിടുവിച്ച് രക്ഷിച്ച് മാനിക്കുമ്പോൾ, നമ്മളിലൂടെ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ, നിങ്ങളുടെ ദൈവം, യാക്കോബിന്റെ ദൈവം നിന്റെ ദൈവം എന്നും അറിയപ്പെടാൻ ഇടയായിത്തീരും. യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ ആകയാൽ വിളിച്ചവൻ നിന്നെ വിജയിപ്പിക്കും. വീണ്ടും പറയുന്നു, യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ ആകയാൽ വിളിച്ചവൻ നിന്നെ വിജയിപ്പിച്ചിരിക്കും. വിളിച്ചവൻ നിന്നെ മറുകരയിൽ കൊണ്ടെത്തിച്ചിരിക്കും. വലിയവനായ ദൈവം എൻ്റെ രക്ഷിതാവ് ആയിരിക്കുകയാൽ വിളിച്ചവൻ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ജയാളികളാക്കി മാറ്റും. ഇവിടെ യാക്കോബിന്റെ വീരൻ എന്ന പദപ്രയോഗം കാണുകയാണ്. യാക്കോബ് ഉപായി ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനതയുടെ കുടസ്ഥൻ യാക്കോബ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഗോത്രങ്ങൾ അറിയപ്പെട്ടത്
യാക്കോബിൻ്റെ പുത്രന്മാരുടെ പേരിലാണ്. ഇസ്രായേൽ ഗോത്രം അറിയപ്പെട്ടത് യാക്കോബിൻ്റെ പുത്രന്മാരുടെ പേരിലാണ്. സാധു, ശീലനും കൂടാരവാസിയും എന്നിങ്ങനെ യാക്കോബിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളോടുകൂടിയാണ് അവൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങളുടെ ചരിത്രം ഒരുപക്ഷെ പുറത്തു പറയാൻ കൊള്ളാത്ത നിലയിലായിരിക്കാം. എന്നാൽ യാക്കോബിൻ്റെ ദൈവം നിന്റെ രക്ഷകനായി അടുത്ത് കടന്നു വരുമ്പോൾ, നിന്നെ അവിടുന്ന് വിജയിപ്പിച്ച് കഴിയുമ്പോൾ, വിളിച്ച ദൈവം നിന്നെ വിജയിപ്പിക്കുമ്പോൾ നിനക്കൊരു ചരിത്രമുണ്ടാകും. പറയാനൊരു ചരിത്രം, ഒരു ശേഷിപ്പുണ്ടാകാനായിട്ട് പോകുകയാണ്. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി യാക്കോബ് പലതും ചെയ്തിരുന്നു. യാക്കോബിൻ്റെ മക്കളിലും മൂത്ത മകന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടത് രസകരമാണ്. രൂബേന് ലഭിക്കേണ്ട പൗരോഹിത്യം ലേവിക്കും, പ്രഭുസ്ഥാനം യഹൂദയ്ക്കും, ഇരട്ടി ഓഹരി യോസഫിനുമായിട്ട് വിഭാജിക്കപ്പെടുകയുണ്ടായി. ക്രൂര സ്വഭാവത്തോടു കൂടിയ ഒരു ജ്യേഷ്ഠനെയാണ് യാക്കോബിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. ഉന്നതമായ അനുഗ്രഹം തനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടെന്നുള്ള എന്ന വിശ്വാസം യാക്കോബിൽ എപ്പോഴും ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. തന്മൂലം പരദേശവാസം ചെയ്തും തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന നിർണയം യാക്കോബിന് ഉണ്ടായി. അതുമാത്രമല്ല, യാക്കോബ് പോകുന്നിടത്തെല്ലാം ഒരുപാട് പേരെ ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പദ്ദൻആരാമിൽ മാത്രമല്ല, മിസ്രൈമിലും അതിനുവേണ്ടി യാക്കോബ് പോകുകയുണ്ടായി. പിതാവിൽ നിന്ന് അകന്ന് പാർക്കേണ്ടി വന്ന യാക്കോബിന് ദൈവീയ പിതൃത്വവും സംരക്ഷണവും ലഭിക്കുകയുണ്ടായി. ദൈവദൂതന്മാർ അവനോട് സംസാരിച്ചു. കർത്താവിൻ്റെ ദൂതനോട് മുഖാമുഖം മല്ലുപിടിച്ചു. വഞ്ചനയുടെയും അസൂയയുടെയും യാതനകൾ വേണ്ടുവോളം അനുഭവിച്ച യാക്കോബ് ഒടുവിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിന് വിധേയനായി മാറുകയാണ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് നിങ്ങൾ വിധേയരായിട്ട് മാറണം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് നിങ്ങൾ ഓരോരുത്തരും കാരണമായി തീരണം. തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവിക നിർണയം വ്യക്തമാക്കുന്നതിന് പൗലോസ് യാക്കോബിൻ്റെ തിരഞ്ഞെടുപ്പാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് റോമർ 4:9-11 തൊട്ട് 13 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമെന്ന മോശയ്ക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ജീവിതം അവസാനിപ്പിച്ച് കളയുവാൻ പദ്ധതി തയ്യാറാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആ നിലയിൽ അങ്ങനെ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനകത്തു നിന്നും ഒരു മോചനം നിങ്ങൾ പ്രാപിക്കണം. ജീവിതം തന്നെ കയ്പോടുകൂടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ഒരു മോചനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എവിടെ നിന്നാണ് എനിക്കൊരു സൗഖ്യമുണ്ടാകാൻ പോകുന്നതെന്നൊക്കെ വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ കർത്താവിലേക്ക് കടന്നു വരിക. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സകലവിധ പ്രതിസന്ധികളും മാറിപ്പോകാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ഇതാ യാക്കോബിൻ്റെ ചരിത്രത്തെ മാറ്റിയവനായ ദൈവം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാനായിട്ട് പോകുകയാണ്. യാക്കോബിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കാനായിട്ട് പോകുകയാണ്. യൂറോപ്പിൻ്റെ ദേശത്തിരുന്നു കൊണ്ട്, അമേരിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട്, ഗൾഫ് രാജ്യത്തിൻ്റെ പല മേഖലകളും ഇരുന്നു കൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു. നിന്റെ ചരിത്രത്തെ സ്വർഗസ്ഥനായ ദൈവം മാറ്റിയിരിക്കും. നിന്റെ പ്രതികൂല സാഹചര്യത്തെ അവൻ മാറ്റിയിരിക്കും. നിന്റെ ഇല്ലായ്മയെ അവൻ മാറ്റിയിരിക്കും. നിനക്കൊരു പുതിയ ചരിത്രത്തെ അവൻ സമ്മാനിക്കാനായിട്ട് പോകുകയാണ്. നിന്റെ ജീവിതം എത്ര കാഠിന്യമേറിയതാണെങ്കിലും ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിലൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരിക. അവന് നിന്നെ സഹായിക്കാൻ കഴിയും. അവന് നിന്റെ ജീവിതത്തെ വീണ്ടും മോടി പിടിപ്പിക്കാൻ കഴിയും. നിന്നെ ഒരു ഹീറോ ആക്കി മാറ്റാൻ കഴിയും. നിന്റെ ജീവിതം ഒരു പക്ഷേ പരാജയത്തിൽ നട്ടം തിരിയുന്ന അവസ്ഥയിലായിരിക്കാം നീ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ അവൻ അവിടുന്ന് വിജയിപ്പിക്കാനായിട്ട് പോകുകയാണ്.
നീ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നിനക്കൊരു വിജയം യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ഒരു സൗഖ്യം ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നിനക്കൊരു സമാധാനം ലഭിക്കുകയാണ്. നോക്കൂ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അതാണ് ഏറ്റവും വലിയ വിജയം ലോകത്തിന് നമുക്ക് യേശു ക്രിസ്തു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ സുവിശേഷത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇന്നും അനേകരെ ആ സുവിശേഷം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ചിലരെ അവിടുന്ന് സൗഖ്യമാക്കുകയാണ്. ഓടിവരാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജനത്തിനൊരു വലിയൊരു വിജയത്തെ കൊടുക്കണമേ. ആരാണോ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇന്ന് പകലിൽ ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ. വിദേശ രാജ്യത്ത് ജോലിക്കായിട്ട് ചെന്നിട്ടും ആഹാരത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാരാണ്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ മറുപടി ലഭിക്കാനായിട്ട് പോവുകയാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ഹാർട്ടിന്റെ വാൽവിന് തകരാർ സംഭവിച്ച് വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നവരെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. യേശു കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ശ്വാസകോശ സംബന്ധമായിട്ട് കഷ്ടപ്പെടുന്നവരാരാണ്? യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയും തോറും ആരോഗ്യം ക്ഷയിച്ച് വന്നിട്ട് പഴയതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. കൈകാലുകൾക്ക് ബലം നഷ്ടപ്പെട്ട് വലിയ ശോചനീയ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം. പുതിയൊരു വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വർഗസ്ഥനായ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെ മത്തുവിനതിന് ചെറുവൻ മറുവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.